ഒരിക്കലുമില്ല. പിന്നെ നീ എന്റെ മകനെ കുറിച്ച് അന്ന് അപവാദം പറഞ്ഞെന്തിനാ പറയാൻ? അതിനെ അമ്മ പറഞ്ഞിട്ടാ. ഞാനോ? എനിക്കിട്ടും വച്ചോ? ആര് പറഞ്ഞിട്ടാണെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അങ്ങനെ പറയാമോ? തെറ്റായിപ്പോയി. നിങ്ങളുടെ കുടുംബം കലക്കാൻ അതേ മാർഗമുള്ളൂന്ന് അമ്മ പറഞ്ഞപ്പോ അറിയാതെ പറ്റിപ്പോയതാ. എന്നിട്ട് എന്തായി? ആരുടെ കുടുംബമാടി ഇപ്പൊ കലങ്ങിയത്? ഞങ്ങളുടെ കുടുംബം ഒന്നും കലങ്ങിയിട്ടില്ല. ദാ കണ്ടില്ലേ, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ, അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയ കിടക്കില്ല. ഇതൊക്കെ അന്ന് അംബിക ഞങ്ങളെ കളിയാക്കാൻ ഉപയോഗിച്ച വാക്കുകളാ. അയ്യോ, അതൊക്കെ അന്നല്ലേ. ഇതിപ്പോ എത്ര വർഷമായി രാധമ്മേ? രാധമ്മയല്ല, മേഡം. മേഡം അങ്ങനെ വിളിക്കാവൂ. ഞങ്ങളൊക്കെ തെണ്ടികളാണ് പോലും, നിങ്ങളൊക്കെ സമ്പന്നര്. തെണ്ടി നടക്കുന്നവരെയാ തെണ്ടികളെന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആരാ തെണ്ടികളായത്? കാശുള്ളവർക്കേ സംസ്കാരമുള്ളൂ, കാശില്ലാത്തവർക്ക് അതില്ലെന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. അല്ല, വിയർക്കുന്നുണ്ടല്ലോ രണ്ടുപേരും. കുറച്ച് വെള്ളം തരുമോ? ഇതവർക്ക് കൊടുക്കുമോളെ, കുടിക്കട്ടെ. കുറച്ചു വെള്ളം ഒന്നും അറിയാതെ അമേരിക്ക നിന്ന് കൊച്ചിനോട് കൊടുക്ക്. ആ, കീരി കുടിക്കുന്നവരെ കുടിച്ചോ. ഞങ്ങളെ നാണം കെടുത്താൻ നീയും നിന്റെ മോനും ഈ മരുമകളും കൂടെ നടത്തിയ ഗൂഢാലോചനകൾ എന്തൊക്കെയാ അംബിക? അയ്യോ മാഡം, ഇവരെ ഞാൻ അവിടെ ചെന്ന കാലം മുതൽ തുടങ്ങിയതാ എന്നെ ഇല്ലാതാക്കാനുള്ള കളികള്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഇവരിപ്പോഴാ കാണുന്ന. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. നീ ആ രാജൂര് തന്നെ ആ വീട് വിറ്റില്ലേ? അമ്മ, എനിക്ക് അറിയില്ലായിരുന്നു. എന്നോട് വീട് മേടിച്ചത് രാജു എന്ന് പേരുള്ള ആളല്ലായിരുന്നു. എന്നാ വേറെ ആളെ നിർത്തി അവൻ കളിച്ച കളിയാ ഇതൊക്കെ. ദൈവമേ, രാസകലം വിറയ്ക്കുക പെട്ടല്ലോ. ആ രാധമ്മയുടെ കൈയാണെങ്കിൽ വള്ളക്കാരുടെ കയ്യിലിരിക്കുന്ന പങ്കായം പോലെ. ചെവിക്കകത്തെ ട്രെയിനിന്റെ അലർച്ചയാ. പ്രിയയുടെ ഒട്ടും മോശമൊന്നുമല്ല. ഇവളൊക്കെ പോലീസായ പ്രതികളുടെ ഒക്കെ കഷ്ടകാലം. ഇനി എന്താ ചെയ്യാ? ഈ ശല്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി തൊലഞ്ഞു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോ ദേ എല്ലാം കൂടി ഇപ്പൊ നമ്മുടെ വീട്ടില്. വല്ലാത്തൊരു കൊലച്ചതിയായി പോയില്ലേ ദൈവമേ നീ ഞങ്ങളോട് ചെയ്തേ. ദൈവം നമുക്കിപ്പൊ പണി തരുന്നതാ അമ്മേ. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് വലിയൊരു ആപത്ത് തന്നെയാ. അവൻ പറഞ്ഞു കേട്ടില്ലേ, നമ്മളോടുള്ള പകയ്ക്കും പ്രതികാരത്തിനും വേണ്ടി തന്നെ അവൻ വന്നിരിക്കുന്നതെന്ന്. അതിലെന്താ ഇനി സംശയം? അവനെയും കുടുംബത്തെയും നമ്മൾ പുകച്ച് പുറത്ത് ചാടിച്ചതല്ലേ. നാട്ടിക്കാവുന്നതിന്റെ അപ്പുറം നാട്ടിച്ചിട്ടല്ലേ അവനെ അവന്റെ കുടുംബത്തെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത്. അവൻ നമ്മളോട് പകരം വീട്ടുമായിരിക്കും അല്ലേ? അവൻ പകരം വീട്ടു അമ്മേ. അവന്റെ കണ്ണുകളിൽ കത്തുന്നത് പകയാ. അത് ഞാൻ കണ്ടതാ. അപ്പൊ ഇനി കരുതിയിരുന്നേ പറ്റൂ. ദേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിക്കണം. അതെ, ഇപ്പൊ മനസ്സിലായി എനിക്ക്. അവനത്ര നിസാരക്കാരനല്ല. കാരണം ഈ കുറഞ്ഞൊരു കാലയളവ് കൊണ്ട് അവൻ അധ്വാനിച്ചൊരു കോടീശ്വരനായില്ലേ. അതെ, അധ്വാനിച്ചുണ്ടാക്കിയ കാശൊന്നും അല്ല. ഏതോ അന്യരാജ്യക്കാരനെ തല്ലിക്കൊന്ന് തട്ടിയെടുത്ത് സമ്പാദിച്ച കാശായിരിക്കും. എങ്ങനെങ്കിലും ആയിക്കോട്ടെ, അവനൊരു സമ്പന്നനായില്ലേ. നമ്മൾ ഇനി സൂക്ഷിച്ചേ പറ്റൂ.
ആ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇനി കൂനം പാലയ്ക്ക പോലെ നിക്കരുതെന്ന്. ഒരുമിച്ചേ ഒരേ മനസ്സോടെ നിക്കണം. അതെ അമ്മേ. പക്ഷെ അമ്മേ, എനിക്കൊരു ഡൗട്ട്. അവന് ഋതികയെ മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നതാണെങ്കിലോ? ദൈവമേ, അങ്ങനെ വല്ലതും ആവോ? ഇനി അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കോ? എനിക്ക് ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലേ അതിനുള്ള അവസരം ഒന്നും സൃഷ്ടിച്ചു കൊടുക്കരുത്. ഒതുക്കണം. നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടണം. അതെ അമ്മേ. അങ്ങനെയാണെങ്കിലേ ഞാനും നിങ്ങളുടെ കൂടെ ബംഗ്ലാവിൽ വന്ന് താമസിക്കട്ടെ. അതങ്ങ് ദേവസ്വത്തിൽ പോയി പറഞ്ഞാ മതി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കും. നിന്നെ ഒരാളെ വിശ്വസിച്ചതാ എന്റെ തെറ്റ്. സത്യം പറഞ്ഞ രാജുവും ഋതികയൊന്നും അല്ല എന്റെ ശത്രു. നീ മാത്രം. അതെ, എന്നെ മിത്രമായിട്ട് കാണണമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്റെ മകനെ നിന്റെ കയ്യിലായി പോയില്ലേ, ക്ഷമിക്കാതെ ഇനി തരയില്ലല്ലോ. നിങ്ങളുടെ മകനെ ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ തിരിച്ചെടുത്തോ, ഞാൻ തടയില്ല. അല്ലെങ്കിലും ആ ചളുക്കണെ ആർക്ക് വേണം? ദേ, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. രാജുവാണ് വീട് വിലയ്ക്ക് വാങ്ങിയെന്നുള്ള സത്യം പ്രതാപനും ഋതികയും മറ്റുള്ളവരാരും അറിയരുത്.